നമ്മുടെ സ്കൂൾ തുറന്നിട്ട് സോഷ്യൽ സയൻസിന്റെ ക്ലാസ് തുടങ്ങിയ അന്ന് മുതൽ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടഫാണ്, പണി കിട്ടും, ഒരുപാട് പഠിക്കാനുണ്ട്, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് സത്യമാണോ? ഇത്രയും ടഫാണോ 9th സോഷ്യൽ സയൻസ്, എസ്പെഷ്യലി നമ്മുടെ സ്വന്തം ജോഗ്രഫി? അപ്പൊ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, കോണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യണം, മസ്റ്റ് ആയിട്ട്, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എന്തായാലും പറയണം, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യും വേണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജോഗ്രഫിയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് SS1 എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. SS2 ആണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നത്. അത് പ്രധാനമായിട്ടും പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് 10ാം ക്ലാസ്സിലെ കുറച്ച് പോർഷൻസ് ആണ് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആയിട്ട് വന്നതെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഒരു ചാപ്റ്റർ 10th നിന്നെടുത്ത ഒരു ചാപ്റ്റർ 3 ആയിട്ട് മുറിച്ചിട്ട് 3 വലിയ ചാപ്റ്റേഴ്സ് ആയിട്ട് 9th ആദ്യം 3 ചാപ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്താണ്? ഒരു പ്രോബ്ലമാണ് ഞാൻ കാണുന്നത്. 8ാം ക്ലാസ് വരെ പഠിച്ചൊരു രീതി വെച്ച് പഠിച്ചാൽ 9th നമുക്ക് വലിയൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ചധികം മെനക്കെടണം. ഒന്ന്. രണ്ടാമതായിട്ട് മറ്റൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റേഴ്സ് ഒക്കെ നല്ലപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബേസ് ആവശ്യമുണ്ട്. ബേസ് എന്ന് വെച്ചാൽ മുന്നേ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് രക്ഷയില്ല. ഒന്നെങ്കിൽ 6ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്കൊക്കെ പോകണം, എന്നാലും അവിടെയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ബേസ് ഇല്ലാണ്ടാണ് നിങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കത് മറികടക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഏകൺ. ഞാൻ ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും അതിൻ്റെയൊക്കെ ബേസ് വളരെ ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ചാനലിലേക്ക് കണ്ടാൽ മനസ്സിലാവും. സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ വർഷം മാറിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, പഴയ ബുക്ക്, അതിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതേ കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് നമുക്ക് 4th ചാപ്റ്റർ ആയിട്ട് മാറിയ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതാണ് അടുത്ത ചാപ്റ്ററിൽ വരുന്നൊരു ഭാഗം. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവറുമായി ബന്ധപ്പെട്ടതും പ്ലെയിൻസുമായി ബന്ധപ്പെട്ടതും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ 9ാം ക്ലാസ്സിന് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. അത് മാറിയിട്ടാണ് ഇപ്പം പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നത്. അപ്പോൾ ബേസ് നമുക്കില്ല എന്നുള്ള ഒരു പ്രോബ്ലമാണുള്ളത്. അത് നിങ്ങൾ ഏകണ്ട ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല, അത് ഉറപ്പ് പറയാണ്. അത് ഏകണ്ട ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത മക്കളാണെങ്കിൽ അവർക്ക് ഒരു പേടിയും വേണ്ട, പക്ക സെറ്റാക്കി തരും ഞാൻ. നമ്മൾ പറയില്ലേ, എന്തിനു പേടിക്കണം, ഞങ്ങളില്ലേ കൂടെ എന്ന് പറയില്ല, അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ഏകണ്ട ആപ്പിലേക്ക് വന്നിട്ടില്ലെങ്കിലും 9207100600 എന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഇതിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് 14 days ഫ്രീ ട്രയൽ ഒക്കെ ഉണ്ട്. ആപ്പിൽ ലൈവ് ക്ലാസ്സുകളുണ്ട്, അതിലൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, 9th ടഫാണോ, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ 9th ടഫാണ്. അങ്ങനെ ഇനി പറയാൻ പാടില്ല. 9th എളുപ്പമാക്കും നമ്മൾ. ഓക്കെ, എത്ര ടഫാണെന്ന് ആര് പറഞ്ഞാലും നമ്മളത് എളുപ്പമാക്കിയിരിക്കും, അതിലൊരു സംശയം വേണ്ട. ഇനി ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത്. 4th ചാപ്റ്ററും അത്യാവശ്യം ഉണ്ട് അത്. ഓക്കെ, അപ്പൊ ആ 3 ചാപ്റ്റേഴ്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന്റെ ബെനിഫിറ്റ്? അതിന്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ SSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ RRB പോലുള്ള വലിയ വലിയ എക്സാമിനേഷൻസിന്, അതർ ദാൻ നീറ്റ് JEE, ഇതല്ലാതെ മറ്റേതെങ്കിലും നമ്മൾ പറയില്ലേ ഗവൺമെന്റ് സർവീസിലേക്കുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടതെല്ലാം ഈ 3 ചാപ്റ്ററിലുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയുടെ നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഒരു കോർ അല്ലെങ്കിൽ അതിന്റെ ബേസിക്സ് മുഴുവൻ അടങ്ങിയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് ആദ്യത്തെ 3 സോ അതുകൊണ്ട് തന്നെ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അത്രയും യൂസ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസിൽ സാർ നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ജോഗ്രഫി പഠിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങൾ പേടിക്കേ വേണ്ട, ഏത് ബേസ് ഇല്ലെങ്കിലും നമ്മൾ അത് എടുത്തിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും, ഫുൾ മാർക്ക് നേടുകയും ചെയ്യും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പം എല്ലാം കോൺസെപ്ഷ്യൽ ആയിട്ടല്ലേ, കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പഠിക്കും. അപ്പം താങ്ക് യു, ബൈ, സീ യു അഗെയിൻ.